ഹായ്, നമസ്കാരം. ഏവർക്കും സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം പെൺകുട്ടികളെക്കാൾ നന്നായി വീട്ടുജോലി പാചകം ആൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. അതായത് ബോയ്സ് ഷുഡ് നോ ബെറ്റർ ഹൗസ് ഹോൾഡ് വർക്ക് കുക്കിംഗ് ദാൻ ഗേൾസ്. ഇപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുക ആൺകുട്ടികൾ എന്തിനാണ് പാചകം അറിഞ്ഞിരിക്കണേ? ആൺകുട്ടികൾ പാചകം അറിഞ്ഞിരിക്കണം. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം അഭികാമ്യമായ ഒരു ഘടകമാണ്. നമുക്ക് ഒരു ആൺകുഞ്ഞായിരുന്നാലും പെൺകുഞ്ഞായിരുന്നാലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ല. അവര് സ്കൂളിൽ പഠിച്ച് മാർക്ക് നല്ലത് ഹൈ മാർക്ക് കിട്ടണം, A+ കിട്ടണം എന്നൊക്കെയാണ് ആഗ്രഹം. A+ അതെല്ലാം തിയറിക്കലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രാക്ടിക്കലുമായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. സ്കൂളില് അധ്യാപകർക്ക് ഒരു പരിധിയുണ്ട്. ആ രീതിയിൽ മാത്രമേ അവർക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അവർക്ക് തിയറിക്കലാണ് കൂടുതലായിട്ടുള്ളത്. പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ള അർഹതയുള്ളൂ. അതായത് അവർക്ക് പരിമിതികളുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തന്നെ നമ്മളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം. പൈസ കുഞ്ഞിന്റെ കൈ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിക്കാം. നിങ്ങളും കൂടെ നിൽക്കുകയാണല്ലോ. അപ്പോഴ് ആ കുഞ്ഞു ഇപ്പൊ 100 രൂപയാണ് കൊടുത്ത്, അപ്പൊ അതെല്ലാം പഠിപ്പിച്ചെടുക്കണം. കാര്യം ആ വാങ്ങിക്കുന്ന സാധനം എത്ര രൂപ, അതിനുശേഷം ആ കടക്കാരൻ ബാക്കി തരുന്നത് എത്രയെന്ന് അവിടെ വെച്ച് തന്നെ എണ്ണി നോക്കാൻ പറയണം. അപ്പൊ മാത്തമാറ്റിക്സ് കൂടെ അവന് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വളരുകയും ചെയ്യും. അപ്പൊ 100 രൂപ കൊടുത്ത് 65 രൂപയുടെ സാധനമാണെങ്കിൽ ബാക്കി എത്ര എന്നുള്ളത് അവൻ എണ്ണി നോക്കുക. അപ്പൊ അത് എത്ര കിട്ടി? 35 കിട്ടിയോ? അപ്പൊ 35, 65, 100. അതൊന്ന്. രണ്ടാമത് നമ്മളെ വീട്ടില് ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വായിക്കാൻ നേരത്ത് അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ നമ്മുടെ മക്കളുടെ കയ്യിൽ പേപ്പറും പേനയും കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. അരി എഴുതാൻ പറയുക, അടുത്ത ഗോതമ്പ് എഴുതാൻ പറയുക, അതിനുശേഷം പിന്നെ പയറുവർഗ്ഗങ്ങൾ. അപ്പൊ ഓരോന്നോരോന്ന് അവൻ എഴുതപ്പോ അവന്റെ മനസ്സിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇന്നതാണ് എന്ന് അവന് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം വാങ്ങിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കിത് ഇത്ര രൂപയാണ് നമ്മളെ കയ്യിലുള്ളത്, അതെല്ലാം ഏകദേശം ഒരു കണക്കൂട്ടി നോക്കുക. ആ ബഡ്ജറ്റിൽ നമ്മളെ കയ്യിലുള്ള തുകയ്ക്ക് തന്നെ ഈ ബഡ്ജറ്റിന്റെ അകത്ത് ഇത് നിൽക്കുമോ ഇല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവന് എക്കണോമിക്കൽ പരമായിട്ടും ജനറൽ നോളജ് ഉണ്ട് എങ്കിൽ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് അവന് കിട്ടും. വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ കുഞ്ഞിനെ പഠിക്കാനുള്ള സമയത്തല്ല, അല്ലാതെയുള്ള സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കൂടെ വിളിക്കുക. ഫസ്റ്റിൽ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്, അപ്പൊ ഉപ്പുമാവിന്റെ കഴിഞ്ഞതിനെ ഇടുക. ഇതെല്ലാം പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പ്രാവശ്യം നമ്മളെ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ച് നോക്കുക. അപ്പോഴേ അതിന്റെ കുറവുകളും എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് വലുതായി എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരിക്കില്ലല്ലോ. അവൻ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ എവിടെയും റൂം എടുത്തോ, അപ്പൊ അവന് പ്രത്യേക ഒരു രീതിയിൽ പാചകം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൻ വിശന്ന് കിടക്കുകയില്ല. അപ്പൊ നിങ്ങൾ പറയും ഹോട്ടൽ എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞൂടാത്തതാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടോ എനിക്കറിയാം. എല്ലാ ദിവസവും ഹോട്ടൽ കാണുമെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പം നമ്മൾ രാജ്യത്ത് പറയുന്ന നിമിഷത്തിനുള്ളിലാണ്
ഹർത്താലും മറ്റു കാര്യങ്ങൾ വരുന്ന. അപ്പം ആ കുഞ്ഞ് വിശന്ന് കിടക്കേണ്ടി വരും. കയ്യിൽ പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, സാധനം. അപ്പൊ നമ്മളെ റൂമില് നമ്മൾ അത്യാവശ്യം ഒരു ഉപ്പുവാങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വിശക്കാതെ നമുക്ക് കഴിയാൻ പറ്റും. ഇത് ഒന്ന്. രണ്ട്, ഒരു ചായ ഇടാൻ ഒരു ആൺകുട്ടിക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവന്റെ അത്യാവശ്യം ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ചായ ഇട്ട് കുടിക്കാം. ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇതിന് വലിയ ക്ഷയമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ആൺകുട്ടിക്കും ചായ ഇടാൻ അറിയാമെങ്കിൽ അതിലൊരു ക്രെഡിറ്റ് ആണ്. അവന് ഒരു പാചകം ചെയ്യാൻ അറിയാമെങ്കിൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കുക. സാഹചര്യങ്ങളിലുള്ള നിന്നും അവനെ രക്ഷപ്പെടാൻ അവന് സാധിക്കും. ആരെയും കൂടുതൽ ആശ്രയിക്കേണ്ടവരല്ല. അവൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെയുള്ള അത്യാവശ്യം എന്നോട്ടുള്ള കാര്യമല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവൻ ചായ ഇട്ട് കുടിക്കുകയും ഒരു ഉപ്പ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ ഇപ്പം വലുതായി കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തന്നെ വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ടക്കനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഓഫീസിൽ പോവാം. ഉച്ചയ്ക്ക് പിന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ മാച്ചാൽ മതി. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആൺകുട്ടികളും അറിഞ്ഞിരിക്കണം. അതേപോലെ ആൺകുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴ് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നു. ഇവിടെ ഞാൻ എസ്പെഷ്യലി ആൺകുട്ടികളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷൂ വെളിയിൽ അഴിക്കുക, അതിന് സോക്സ് എല്ലാം കൊണ്ടുവരിക, അപ്പോഴത്തന്നെ കുളിമുറിയിലിട്ട് അവന്റെ യൂണിഫോം അവൻ കഴുകി പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഉത്തമമാണ്. അതിനുശേഷം രാവിലെ എണീക്കുമ്പോൾ നമ്മള് ആ ബെഡ് വിടുന്നതിന് മുമ്പ് തന്നെ കിടന്ന ആ തലേനെല്ലാം ഒന്ന് നേരെയാക്കി ആ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ച് ക്ലിയർ ചെയ്ത് മടക്കി വെച്ച് ആ റൂം ഹൗസ് കീപ്പിംഗ് എല്ലാം മാനേജ് ചെയ്യുക. ടേബിളെല്ലാം ബുക്കെല്ലാം അടുക്കി ഒതുക്കി എല്ലാം റെഡിയാക്കി വെക്കുക. അവനത് ചെറുതിലേ ആ ശീലം പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായി വലുതാവുമ്പോഴും അവൻ എണീക്കപ്പോഴും അവന്റെ ബെഡെല്ലാം ക്ലിയർ ചെയ്ത് ഇരിക്കും. അതേപോലെ യൂണിഫോം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഇടാൻ പഠിപ്പിക്കുക. ഇതൊന്നും കുറച്ചിലൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇത് നിങ്ങൾ ചെറുതിലാവുന്ന അവൻ ചെയ്യുന്ന എന്തിനാണ്? അവന് വളർന്നു വരുമ്പോ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴെല്ലാം അവൻ സ്വന്തമായിട്ടല്ലേ ചെയ്യുള്ളൂ. ലോണ്ടറി കാര്യങ്ങൾ അത് വിട്. അല്ലാതെയുള്ള സമയത്ത് അവൻ സ്വന്തമായിട്ട് അവന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി പഠിക്കുന്നതൊക്കെ നല്ലതല്ലേ. അപ്പോ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഭാവിയിൽ പ്രാക്ടിക്കൽ പരമായിട്ടും നല്ല അറിവ് നേടും. സ്കൂളിലൊക്കെ പഠിച്ച് A+ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തിയറിയാണ്. തിയറിയും പ്രാക്ടിക്കലുമായിട്ട് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള നല്ല നല്ല വിഷയങ്ങളായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. തൽക്കാലം ഇവിടെ പറയുന്നു സുരേഷ് നടൻ. ബൈ, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് വീഡിയോ.